Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളേജിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perumba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ദേശീയപാതയിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലാതിർത്തിയായ കാലിക്കടവിൽ ചന്ദേര പോലീസിന്റെ വൻ MDMA വേട്ട. എറണാകുളം പെരാവമ്പൂർ സ്വദേശികളായ 3 പേരെ അറസ്റ്റ് ചെയ്തു. ദേശീയപാതയിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലാതിർത്തിയായ കാലിക്കടവിൽ ചന്ദേര പോലീസിന്റെ വൻ MDMA വേട്ട. എറണാകുളം പെരുമ്പാവൂർ സ്വദേശികളായ 3 പേരെ അറസ്റ്റ് ചെയ്തു. 7 ലക്ഷത്തിൽ പരം രൂപ വിലമതിക്കുന്ന 139.2 ഗ്രാം മാരക ലഹരി വസ്തുവായ MDMA-യാണ് പോലീസ് പിടികൂടിയത്. എറണാകുളം പെരുമ്പാവൂർ സ്വദേശികളായ PA അബ്ദുൽ സലാം, KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ബാസ് എന്നിവരാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് നടത്തിയ തിരച്ചിലിലാണ് കാലിക്കടവ് ദേശീയപാതയ്ക്ക് സമീപത്ത് പ്രതികൾ പിടിയിലായത്. ചന്ദേര SI മനു പി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് 3-അംഗ സംഘത്തെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. കോൺക്രീറ്റുകൾ ഇളകി കമ്പികൾ പുറന്തള്ളിയ നിലയിൽ വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ താവം റെയിൽവേ മേൽപ്പാലം 2 മാസത്തോളം പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടായിരുന്നു അറ്റകുറ്റപ്രവൃത്തി നടത്തിയത്. പാലത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ ടാറിങ്ങും കോൺക്രീറ്റും ഇളക്കി മാറ്റി മൈക്രോ കോൺക്രീറ്റ് നടത്തിയ ശേഷം വീണ്ടും മെക്കാഡം ടാറിംഗ് നടത്തുകയായിരുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച നിർമ്മാണ പ്രവൃത്തി പാഴായ അവസ്ഥയിലാണിപ്പോൾ. പാലത്തിലെ കുഴികളിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണിവിടെ. ഇതുവഴി ജീവൻ പണയം വെച്ചാണ് കടന്നു പോകുന്നത് എന്ന് യാത്രക്കാർ പറയുന്നു. ഞാൻ ഇങ്ങോട്ട് പോകുന്ന വ്യക്തിയാണ്. ഞാൻ രാമന്തളി പോകുന്നതാണ്, കണ്ണൂർ രാമന്തളി പോകുന്നത്. അങ്ങനെ രാത്രി ചിലപ്പോൾ കുട്ടിയും വൈഫും ഉണ്ടാവും. ഇങ്ങനെ ഈ വെള്ളം എന്ന് പറഞ്ഞാല് നമുക്ക് മനസ്സിലാവുക. ഫോർവീലറാണെങ്കിൽ പ്രശ്നമില്ല, നമ്മള് ചൂണ്ടിലാകുമ്പോൾ കുറച്ച് കുട്ടികളുണ്ടാകുമ്പോൾ കുടിക്കാൻ കഴിയില്ല. രാത്രി ഒരു മഴയുടെ ഒന്നും പറയണ്ട. അങ്ങനത്തെ ഇത് കുറെ കാലം അടച്ചിട്ടിട്ട് റെഡിയാക്കിയ പാലാണ്. ഇതാ കാണില്ല, ഇപ്പൊ കമ്പി പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ സാരി ഒന്നും സാരി ചിലപ്പോ ഇങ്ങനെ ഇതാവും ചെയ്യാം, കുലുങ്ങും ചെയ്യാം. അങ്ങനത്തെ അവസ്ഥ ഇതിനകത്ത് ബന്ധപ്പെട്ടവരെ പെട്ടെന്ന് ശരിയാക്കുക, യാത്ര സുഖമാക്കുക. ഈ മഴയിൽ ഇങ്ങനെ മഴയിൽ വെള്ളം കുടിഞ്ഞാൽ നമ്മളെങ്ങനെ പോവുക? പാലാരിവട്ടം പണിത അതേ കരാറുകാർ തന്നെയാണ് പഴയങ്ങാടിയിലെയും പാപ്പിനിശ്ശേരിയിലെയും മേൽപ്പാലങ്ങൾ പണിതത്. പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ബസ് യാത്രയ്ക്കിടെ കടുത്ത ക്ഷീണവും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ട സ്ത്രീക്ക് രക്ഷകരായി ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരിയും സ്വകാര്യ ബസ് ജീവനക്കാരും. മാതമംഗലം എരമം റൂട്ടിലോടുന്ന ഇയാൻ എന്ന ബസ്സിലാണ് ജീവനക്കാരുടെയും സഹയാത്രികരുടെയും മാതൃകാപരമായ ഇടപെടൽ നടന്നത്. ബസ് യാത്രക്കിടെ കടുത്ത ക്ഷീണവും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ട സ്ത്രീക്ക് രക്ഷകരായി ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരിയും സ്വകാര്യ ബസ് ജീവനക്കാരും. മാതമംഗലം എരമം റൂട്ടിലോടുന്ന ഇയാൻ എന്ന ബസ്സിലാണ് ജീവനക്കാരുടെയും സഹയാത്രികയുടെയും മാതൃകാപരമായ ഇടപെടൽ നടന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 7:50 ബസ് പയ്യന്നൂർ കോത്തായിമുക്കിലെത്തിയപ്പോഴാണ് യാത്രക്കാരിക്ക് പെട്ടെന്ന് കടുത്ത ക്ഷീണം അനുഭവപ്പെട്ടത്.
അവസ്ഥ ഗുരുതരമാകുന്നത് കണ്ട് ഒപ്പമുണ്ടായിരുന്ന സീമ എന്ന സ്ത്രീ ഉടനടി സമയോചിതമായി ഇടപെടുകയും ആശുപത്രിയിൽ എത്തുന്നതുവരെ അവർക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുകയും ചെയ്തു. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ബസ് കണ്ടക്ടർ രതീഷും ഡ്രൈവർ രത്നേഷും നിമിഷനേരം പോലും പാഴാക്കാതെ മറ്റു യാത്രക്കാരുടെ സഹകരണത്തോടെ ബസ് ഉടൻ തന്നെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലേക്ക് തിരിച്ചുവിട്ടു. സീമ നൽകിയ കൃത്രിമ ശ്വാസോച്ഛ്വാസവും ബസ് ജീവനക്കാരുടെ വേഗതയാർന്ന ഇടപെടലും കാരണം കൃത്യസമയത്ത് ആശുപത്രിയിലെത്തിക്കാനും അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാനും സാധിച്ചു. ജീവൻ രക്ഷിക്കാൻ ഒത്തൊരുമയോടെ പ്രവർത്തിച്ച സീമയെയും ഡ്രൈവർ രത്നേഷിനെയും കണ്ടക്ടർ രതീഷിനെയും നാടൊട്ടുക്കും അഭിനന്ദിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാഷ്ട്രീയ ജനതാദൾ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ പയ്യന്നൂർ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി. ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് PV ദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ ജനതാദൾ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിന് മുന്നിലെ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് അത്തായി വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PV ദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. M രാധാകൃഷ്ണൻ മാസ്റ്റർ, P നാരായണൻ, VV കുഞ്ഞികൃഷ്ണൻ, K ഭരതൻ, TTV നാരായണൻ, KV വിജയൻ, ദിവാകരൻ, പ്രതാപൻ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. M രാധാകൃഷ്ണൻ ദേശഭക്തി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി തിരുവർക്കാട്ടുകാവിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണ മത്സരം സംഘടിപ്പിച്ചു. രാമായണത്തിന്റെ സന്ദേശവും പാരമ്പര്യവും പുതുതലമുറയിലേക്ക് പകരുന്ന വിവിധ പരിപാടികളോടെയാണ് മാടായി തിരുവർക്കാട്ടുകാവിലെ രാമായണ മാസാചരണം പുരോഗമിക്കുന്നത്. ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ ശാക്തേയ കാവുകളിലൊന്നായ മാടായി തിരുവർക്കാട്ടുകാവിൽ രാമായണ മാസാചരണം വിവിധ പരിപാടികളോടെയാണ് ആചരിക്കുന്നത്. ഇതിനോടകം തന്നെ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്ര നവീകരണ സമിതിയുടെയും ദേവസ്വത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ രാമായണ പാരായണ മത്സരം സംഘടിപ്പിച്ചത്. LP, UP, ഹൈസ്കൂൾ പൊതുവിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത്. നിരവധി പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല രാമായണ പ്രശ്നോത്തരിയും അഖണ്ഡ രാമായണ പാരായണവും ക്ഷേത്രത്തിൽ നടക്കും. MP ചന്തു വെങ്ങരയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിച്ചു. ക്വിറ്റ് ഇന്ത്യ സ്മാരക സ്തൂപത്തിൽ നടന്ന ചടങ്ങ് KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിച്ചു. ക്വിറ്റ് ഇന്ത്യ സ്മാരക സ്തൂപത്തിൽ നടന്ന ചടങ്ങ് KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടി എല്ലാ കാലവും ബ്ലോക്ക് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഈ പരിപാടി ഇവിടെ എല്ലാ വർഷവും നടത്തി വരുന്നു എന്നുള്ളത് ആവേശകരമായ ഒരു കാര്യമാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ചു. AP നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, P ലളിത ടീച്ചർ, അത്തായി പത്മിനി, ME ദാമോദരൻ നമ്പൂതിരി, N ഗംഗാധരൻ, KK ഫൽഗുനൻ, KP മോഹനൻ, പിലാക്കൽ അശോകൻ, പ്രശാന്ത് കോറം, AK ശ്രീജ, KB ഭാസ്കരൻ, EP ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓർമ്മച്ചെപ്പ് തുറന്ന് സ്മൃതി മധുരം. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ LP സ്കൂളിൽ പൂർവ്വ അധ്യാപക രക്ഷാകർതൃ സംഗമം സംഘടിപ്പിച്ചു. M വിജയൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞിമംഗലത്തിന്റെ അക്ഷര വെളിച്ചമായ ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ പൂർവ്വ അധ്യാപക രക്ഷകർതൃ സംഗമം സ്മൃതി മധുരം സംഘടിപ്പിച്ചു.
മികവിന്റെ പാതയിൽ മുന്നേറുന്ന വിദ്യാലയത്തിന്റെ ദീർഘമായ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു പരിപാടി. സ്കൂളിലെ പഴയ മണിയിൽ ലോങ് ബെൽ മുഴക്കിക്കൊണ്ടാണ് പരിപാടിക്ക് തുടക്കമായത്. ആ മണിനാദം ഒരു കാലത്ത് വിദ്യാലയമുറ്റത്ത് അറിവ് തേടിയെത്തിയവർക്ക് പഴയകാല ഓർമ്മകളിലേക്ക് തിരികെ പോകാനുള്ള ആഹ്വാനമായി മാറി. വിദ്യാലയത്തിന്റെ പഴയകാല അനുഭവങ്ങളും സ്മരണകളും പൂർവാധ്യാപകരും അന്നത്തെ വിദ്യാർത്ഥികളും പരസ്പരം പങ്കുവച്ചു. ഗുരുശ്രേഷ്ഠരെ ആദരിക്കാനും പഴയകാല സൗഹൃദങ്ങൾ പുതുക്കാനും നിരവധി പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പൂർവാധ്യാപിക MV നാണി ടീച്ചർ സ്വാഗതഗാനം ആലപിച്ചു. M. വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിന് കൃത്യമായിട്ട് ഒരു ചങ്ങല പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്ഥലപരിമിതികളൊന്നും പല ഘട്ടങ്ങളിലൂടെയും ഈ വിദ്യാലയം കടന്നുപോയി. പിന്നീട് ഈ നാടിന്റെയും ജനപ്രതിനിധികളുടെയും അധ്യാപകരുടെയും ഒക്കെ കൂട്ടായ ഇടപെടലുകൾ ഉണ്ടായി. P. വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ MV വിനോദ് കുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മുൻ MLA TV രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ EV രാമകൃഷ്ണൻ, ഡോക്ടർ KH സുബ്രഹ്മണ്യൻ, വികസന സമിതി ചെയർമാൻ M. സത്യൻ, KM ശർമിള ടീച്ചർ, PB പ്രകാശൻ, AB ബിജു, N. സുബ്രഹ്മണ്യൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഗമത്തിൽ പങ്കെടുത്തവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കിഴക്ക് വെള്ളക്കീറുമ്പോൾ അടുക്കള വശത്തെത്തിയിരുന്ന കാക്കകളും കുറയുകയാണ്. കാക്കകളില്ലാത്ത നാടിൽ നിന്ന് പറയാറുണ്ടെങ്കിലും മിക്കയിടത്തും ഇപ്പോൾ കാക്കകൾ ഇല്ലെന്നതാണ് സത്യം. കിഴക്ക് വെള്ളക്കീറുമ്പോൾ അടുക്കള വശത്തെത്തിയിരുന്ന കാക്കകളും കുറയുകയാണ്. കാക്കകൾ ഇല്ലാത്ത നാടില്ലെന്ന് പറയാറുണ്ടെങ്കിലും മിക്കയിടങ്ങളിലും ഇപ്പോൾ കാക്കകൾ ഇല്ല എന്നതാണ് സത്യം. കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി എന്നാണ് വൈലോപ്പിള്ളി കാക്കയെപ്പറ്റി എഴുതിയത്. സിനിമാ പാട്ടുകളിലും കാക്ക ഇടം പിടിച്ചിട്ടുണ്ട്. പഴയകാലത്തെ വീട്ടുപരിസരങ്ങളിലൊക്കെ കാക്കകളുണ്ടായിരുന്നു. ഉണക്കാനിട്ട നെല്ല് കാക്ക കൊത്താതിരിക്കാൻ കണ്ണാടി വെയിലത്തു വെച്ച് കാവലിരുന്ന കാലം പഴയ തലമുറയ്ക്ക് ഗൃഹാതുരത്നം പകരുന്ന ഒന്നാണ്. വീടിന്റെ പിറകിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ കൊത്തിത്തിന്ന് ശുചിയാക്കിയിരുന്നത് കാക്കയായിരുന്നു. പാതയോരങ്ങളിലെ മരങ്ങളും മറ്റും ഇല്ലാതായതുകൊണ്ടാകാം കാക്കകളുടെ കുറവിന് പ്രധാന കാരണമെന്ന് കരുതുന്നവരുമുണ്ട്. കന്നുകാലികളുടെ ശരീരത്തുള്ള ചെള്ളുകളെയും മറ്റും ആഹാരമാക്കാനും കാക്കകൾ എത്താറുണ്ടായിരുന്നു. ഇന്ന് കാക്കകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്. ഇത്തരത്തിൽ പല ജീവികളും ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. സ്ത്രീ സുരക്ഷാ പെൻഷൻ സംരക്ഷിക്കുക, സാമൂഹ്യ പെൻഷൻ വീടുകളിലെത്തിക്കുന്നത് നിർത്തലാക്കരുത്, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയമായി അവതരിപ്പിച്ച് KSKTU ആലപ്പടമ്പ വെസ്റ്റ് സമ്മേളനം ഏറ്റുകുടുക്ക AP സ്കൂളിൽ ജില്ലാ കമ്മിറ്റി അംഗം M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. KSKTU ആലപ്പടമ്പ വെസ്റ്റ് സമ്മേളനം ഏറ്റുകുടുക്ക AUP സ്കൂളിൽ നടന്നു. സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സമര വളണ്ടിയർമാർ പ്രവേശിച്ചു, ചെങ്കുടി സ്ഥാപിച്ചു. തിരുവനന്തപുരം ഇടവന്നൂർ കൊട്ടാരവളപ്പിൽ നേതൃത്വത്തിൽ മതിൽ ചാടിക്കടന്ന് ഇവിടെ ചെങ്കുടി സ്ഥാപിച്ചു. ആ സമരത്തിന്റെ ഭാഗമായി 36 ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂരഹിതർക്ക് ഭൂമി വാങ്ങിക്കൊടുത്തതാണ് ഈ കർഷക തൊഴിലാളികളുടെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളീയ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതാണ് നമ്മുടെ സംഘടന, സമര സംഘടന. നിങ്ങൾ ആലോചിച്ചപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 1950 ആദ്യമായി രാജ്യത്താദ്യമായി മണ്ണിൽ പണിയെടുക്കുന്നവർ പെൻഷൻ പ്രഖ്യാപിച്ചത്. പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നായനാരി കേരളത്തിലെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾക്ക് 45 രൂപ പെൻഷൻ പ്രഖ്യാപിക്കുന്നു എന്ന് നിയമസഭയിൽ പറഞ്ഞപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, കോൺഗ്രസ് നേതാവ് KK പറഞ്ഞത് എന്തൊരു ഭ്രാന്താ പറയുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ സംരക്ഷിക്കുക, സാമൂഹ്യ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് നിർത്തലാക്കരുത്, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. K. സതീശൻ ചടങ്ങിൽ അധ്യക്ഷനായി. P. ഗോപിനാഥൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു.
ടി തമ്പാൻ, പി വി കുഞ്ഞിക്കണ്ണൻ, കെ കെ മധുസൂദനൻ, പി ശ്രീധരൻ, കെ ചന്ദ്രമതി, രമണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കെ സതീശൻ സെക്രട്ടറിയായും പി ഗോപി പ്രസിഡന്റായും പുതിയ ഭാരവാഹികളെ സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ബാലസംഘം പയ്യന്നൂർ ഏരിയ വൈസ് പ്രസിഡന്റ് എസ് അക്ഷത് രചിച്ച ഇംഗ്ലീഷ് നോവൽ വെൻ ദി വേൾഡ് വെന്റ് സൈലന്റ് പുസ്തകം പ്രകാശനം ചെയ്തു. പയ്യന്നൂർ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത നിരൂപകൻ ഇ പി രാജഗോപാലൻ മാസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. ബാലസംഘം പയ്യന്നൂർ ഏരിയ വൈസ് പ്രസിഡന്റും കണ്ടങ്ങാളി ഷേണായി സ്മാരക സ്കൂൾ 10ാം തരം വിദ്യാർത്ഥിയുമായ എസ് അക്ഷത് രചിച്ച ഇംഗ്ലീഷ് നോവൽ വെൻ ദ വേൾഡ് വെന്റ് സൈലന്റ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പയ്യന്നൂർ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത നിരൂപകൻ ഇ പി രാജഗോപാലൻ മാസ്റ്റർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് പുസ്തകം ഏറ്റുവാങ്ങി. നഗരം ഓടി അണിയാൻ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഭാവനയുള്ള ഒരു ചെറുപ്പക്കാരന് ഇന്റർനെറ്റിനെ കുറിച്ച് ഒരു നോവൽ എഴുതാം എന്ന് തോന്നിയത് സ്വാഭാവികമാണ്. ഈ നോവലിന്റെ വാക്ക് ശരിയായ അർത്ഥം എന്താ? മറ്റേ അർത്ഥത്തിലുള്ളൂ പുതിയത്. നവം, സംസ്കൃതത്തിൽ പറയുന്ന നവം എന്നുള്ള വാക്കുമായി ബന്ധപ്പെട്ട വാക്കാണ് നോവൽ. നോവൽ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ പലരോടും പറയാറുണ്ട്, നിങ്ങൾ ഈ പത്രം മാത്രം വായിച്ചാൽ പോരാ, നോവലും വായിക്കണം. നോവൽ കൂടി വായിച്ചാൽ മാത്രമേ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റൂ. രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ ശശി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ബാലസംഘം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി റിദ്ദിൻ അധ്യക്ഷനായി. പി രജിത, പി ചന്ദ്രൻ, എ വി രഞ്ജിത്ത്, കൃഷ്ണവേണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബാലസംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി നടത്തിയ പ്രകാശന ചടങ്ങിൽ വിവിധ മേഖലകളിലെ നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒരു കാലത്ത് സർവ്വസാധാരണമായിരുന്ന ലാൻഡ് ഫോണുകൾ ഇന്ന് വളരെ കുറച്ച് ഓഫീസുകളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. അക്കാലങ്ങളിൽ ലാൻഡ് ഫോൺ അഭിമാനത്തിന്റെ അടയാളമായിരുന്നു. ഒരു കാലത്ത് അഭിമാനത്തിന്റെ അടയാളമായിരുന്ന ലാൻഡ് ഫോൺ ഇന്ന് നാട്ടിൽ നിന്ന് ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ട് കഴിഞ്ഞു. ഏതാനും ചില ഓഫീസുകളിൽ മാത്രമായി ഇത്തരം ഫോണുകൾ പരിമിതപ്പെട്ടു പോയിരിക്കുന്നു. സമ്പന്നരുടെ വീടുകളിൽ മാത്രം കാണപ്പെട്ടിരുന്ന ലാൻഡ് ഫോണുകൾ പതിയെ സർവ്വസാധാരണമായി മാറുകയായിരുന്നു. STD, ISD ബൂത്തുകൾ കൂണുപോലെ മുളച്ചു പൊന്തിയ കാലം പലരും മറന്നു കാണില്ല. മൊബൈൽ ഫോണുകളൊന്നും ഉദയം ചെയ്തിട്ടില്ലാത്ത അക്കാലത്ത് വിദേശങ്ങളിൽ നിന്നുള്ള ഉറ്റവരുടെ ഫോൺ വിളി കാത്തിരുന്ന ഒരു കാലം മലയാളിക്കുണ്ടായിരുന്നു. അടുത്ത ആഴ്ച ഇതേ സമയത്ത് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ താഴെ വെച്ച് പ്രിയപ്പെട്ടവരുടെ വിളി കാത്തിരുന്നവർ ധാരാളമുണ്ട്. മൊബൈൽ ഫോൺ ജനമനസ് കീഴടക്കിയപ്പോൾ ഇത്തരം ഫോണുകൾ അതിന്റെ വിധി സ്വാഭാവികമായി ഏറ്റുവാങ്ങുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പെൻഷൻ വീടുകളിലെത്തിക്കുന്നത് നിർത്തലാക്കിയ സർക്കാർ നടപടി അവസാനിപ്പിക്കണമെന്ന് KSKTU ആലപ്പടമ്പ ഈസ്റ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. KSKTU ആലപ്പടമ്പ ഈസ്റ്റ് സമ്മേളനം മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. സമ്മേളനം ജില്ലാ സെക്രട്ടറി M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള പാവപ്പെട്ടവരും പണക്കാരനില്ലാത്ത നല്ല സുന്ദരമായ ഒരു ലോകം പണിയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടിയത്. ആ പോരാട്ടത്തിന്റെ മുന്നേറ്റം നമുക്കുണ്ടായത്. അതുകൊണ്ട് ഗവൺമെന്റ് വരുമ്പോൾ ഗവൺമെന്റ് വന്നാൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കും, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും. അത് ആത്യന്തികമല്ല. ഇനി 5 കൊല്ലം വന്നിട്ടെങ്കിൽ എന്താ കർഷക തൊഴിലാളികൾ തിരിച്ചുവിടും? കർഷക തൊഴിലാളികൾ തിരിച്ചുവിടാൻ പോകുന്നില്ല. ഒരു കാലത്ത് പഞ്ചായത്ത് മെമ്പർ പോലും ആ വകയിലെത്ത കാലത്താണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നത്. ആ പ്രസ്ഥാനത്തിന് കരുത്തോടെ ഇനി മുന്നോട്ട് പോകും. പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് നിർത്തലാക്കിയ സർക്കാർ നടപടി അവസാനിപ്പിക്കണമെന്ന് KSKTU ആലപ്പടമ്പ ഈസ്റ്റ് സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. ചടങ്ങിൽ TP നാരായണൻ അധ്യക്ഷനായി. CP രവീന്ദ്രൻ, PV ചന്ദ്രൻ, PV നാരായണൻ, ലിസി ഏലിയാസ്, MK ശോഭന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
2 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നുവന്ന സംസ്ഥാന സബ് ജൂനിയർ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡും എറണാകുളവും ജേതാക്കളായി. പെൺകുട്ടികളുടെ ടീം ഇവന്റിൽ തൃശൂർ ജില്ലയെ പരാജയപ്പെടുത്തി കാസർഗോഡ് ചാമ്പ്യന്മാരായി. പെൺകുട്ടികളുടെ രഘു ഇവന്റിൽ കാസർഗോഡിനെ പരാജയപ്പെടുത്തി തൃശൂർ ജില്ല 1ാം സ്ഥാനം കരസ്ഥമാക്കി. ആൺകുട്ടികളുടെ രഘു ഇവന്റ് മത്സരത്തിൽ പാലക്കാട് ജില്ലയെ പരാജയപ്പെടുത്തി കാസർഗോഡ് ചാമ്പ്യന്മാരായി. ആൺകുട്ടികളുടെ ടീം ഇവന്റിൽ എറണാകുളം ജേതാക്കളായി. വാശിയേറിയ പോരാട്ടത്തിൽ ആതിഥേയരായ കാസർഗോഡിനെയാണ് പരാജയപ്പെടുത്തിയത്. സമാപന സമ്മേളനത്തിൽ അബ്ദുൽ സലാം അഹമ്മദ് അബ്ദുള്ള സമ്മാനദാനം നിർവഹിച്ചു. ചടങ്ങിൽ C. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KV ബാബു, K. മധുസൂദനൻ, PP അശോകൻ, K. സ്മിത, TV ഗോപാലകൃഷ്ണൻ, ശബരിദാസ് ബാലൻ എന്നിവർ പ്രസംഗിച്ചു. സെപ്റ്റംബർ 6 മുതൽ 10 വരെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ടീമിന്റെ തിരഞ്ഞെടുപ്പും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ദേശീയപാത വികസനം എത്തുന്നതിനു മുമ്പുള്ള കരിവെള്ളൂർ പാലക്കുന്ന് ഒരു ഓർമ്മചിത്രം. ഏതാനും വർഷം മുമ്പ് പാലക്കുന്ന് എങ്ങനെയായിരുന്നു എന്ന് നാട്ടുകാർക്ക് ഓർക്കാവുന്നതാണ്. കാലത്തിന്റെ അനിവാര്യമായ മാറ്റത്തിൽ എല്ലാറ്റിനും മാറുകയേ നിർവാഹമുള്ളൂ. പക്ഷേ ഇതിങ്ങനെ വേണ്ടിയിരുന്നോ എന്ന് മാത്രമേ ചിന്തിക്കാനുള്ളൂ. ദേശീയപാത വികസനം എത്തുന്നതിന് മുൻപുള്ള പാലക്കുന്ന് കവലയാണിത്. ഏറെ വീതിയുണ്ടായിരുന്നു ഈ ഭാഗത്തിന്. നിരവധി കടകളും ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു. ബസ് സ്റ്റോപ്പിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര വേനലിലും പച്ച പിടിച്ച് നിന്നിരുന്നു. ഇവിടെ വലിയൊരു ആൽമരവും സ്ഥിതി ചെയ്തിരുന്നു. പലർക്കും പഴയ പാലക്കുന്ന് ഇന്നും ഓർമ്മയിൽ പച്ച പിടിച്ചു നിൽക്കുന്ന ഒന്നാണ്. ദേശീയപാത വികസനം എത്തിയപ്പോൾ ഇവിടെയുള്ളവരുടെ ഏക ആശ്വാസം ഒരു അടിപ്പാത നിർമ്മിച്ചു എന്നത് മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഗാന്ധി നെഹ്റു പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചു. വി. കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ധീരധീരം പോരാടിയ മുൻമുറക്കളെ കരിനിഴയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഓരോ മൗനത്തിലും നമ്മുടെ മക്കൾ പുറംമോടികൾക്കപ്പുറം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മഹത്തായ ജനാധിപത്യം അശാസ്ത്രീയപ്പെടുമ്പോൾ നമ്മൾ പതിവിലും ഊർജ്ജസ്വലരായി ഉണരേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി ശ്രമിക്കേണ്ടത്. പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഗാന്ധി നെഹ്റു പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിന് മുന്നിലെ ക്വിറ്റ് ഇന്ത്യ സ്തൂപ പരിസരത്തു നിന്നും ആരംഭിച്ച സംരക്ഷണ യാത്ര വി. കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അതിശക്തമായ പോരാട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, ആ പോരാട്ടങ്ങളിൽ മുഖ്യധാരയായി പ്രവർത്തിച്ച മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനം, അതോടൊപ്പം തന്നെ മറ്റൊട്ടനവധി ധാരകൾ, ഇവയെല്ലാം കൂടിച്ചേർന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ചടങ്ങിൽ AV ബാബു അധ്യക്ഷത വഹിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി VP അപ്പുക്കുട്ട പൊതുവാൾ മുഖ്യാതിഥിയായി. C. ഭാസ്കരൻ, K. ജയരാജ്, MP ഉണ്ണികൃഷ്ണൻ, പിലാക്കൽ അശോകൻ, ഷീബ മുരളി, V. ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.